ഹായ് കൂട്ടുകാരെ, മലയാളി ബ്ലിസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അബുദാബിയിലെ ലേക്ക് പാർക്കിലാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. നമ്മുടെ അബുദാബി തന്നെ ഉള്ളൊരു പാർക്കാണ് ലേക്ക് പാർക്ക്. വളരെ പീസ്ഫുള്ളായിട്ട് അധികം ക്രൗഡ് ഒന്നും അല്ലാത്തൊരു പാർക്കാണ് ലേക്ക് പാർക്ക്. ഇവിടെ ബാക്കിയുള്ള പാർക്കുകളെക്കാളും കുറച്ചൊക്കെ നല്ല വൈബുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാമേ. ഇപ്പം തന്നെ കണ്ടോ, ഇവർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ്. കാര്യം ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് നേരെ മെയിൻ റോഡാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊക്കെ വന്നിരിക്കുമ്പോൾ നമുക്ക് ബോറേ അടിക്കത്തില്ല. ഈ വണ്ടികളൊക്കെ പോകും, നമുക്ക് എണ്ണിക്കൊണ്ടിരിക്കാം. അങ്ങനെ സമയം പോകുന്ന തൊട്ട് അറിയത്തേ ഇല്ല. ഇത് കണ്ടോ, മെയിൻ റോഡിൽ ഇങ്ങനെ വണ്ടികൾ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അങ്ങോട്ട് ഫേസ് ചെയ്താണ് ഇവർ ഈ പാർക്കിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ എനിക്കൊരു സീറ്റ് കിട്ടി. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വണ്ടിയൊക്കെ ഇരുന്ന് തന്നെ കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയേ കാണാം. ഇപ്പോൾ ഈ പാർക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അബുദാബിയിലാണ്. ഈ കോർണിഷിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും ഈ പാർക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ ഫാമിലി പാർക്കിന് തൊട്ടടുത്തായിട്ടാണ് ലേക്ക് പാർക്ക് എന്ന് പറയുന്ന ഈ പാർക്ക് വരുന്നത്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ എനഫായിട്ടുള്ള സ്പേസ് അവിടെ ഉണ്ട്. നല്ലതായിട്ടുള്ള പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഓടിപ്പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കി പാർക്കുകളെ സംബന്ധിച്ച് ഈ പാർക്കിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് കാണാനുള്ള ഇതിനാണ് ഞാൻ ഓടിപ്പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ കണ്ടതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ പാർക്കിലാണെങ്കിൽ ഒരു കുഞ്ഞ് ലേക്കുണ്ട്. ആ ലേക്ക് നമ്മൾ കണ്ട പോലെ അരയന്നങ്ങളും കടൽക്കാക്കകളും പ്രാവുകളും അതേപോലെ തന്നെ വാത്തയും എല്ലാം ഉണ്ട്. ഇതവർ അതിനെ വളർത്തുന്ന കേട്ടോ. നമുക്കിതിനകത്ത് അവർ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ഫുഡൊന്നും നമ്മൾ ഇതിനകത്തോട്ട് ഈ ലേക്കിലോട്ട് വലിച്ചെറിയരുതെന്ന്. ബേർഡ്സെല്ലാം അടുത്തേക്ക് വരാൻ വേണ്ടി എല്ലാവരും ഫീഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് തൊട്ടടുത്ത് നിന്ന് നമുക്ക് ഇതിനെ ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. വളരെ മനോഹരമാണ്. അതേപോലെ തന്നെ ഈ ലേക്കിൻ്റെ രണ്ട് നടുക്കോടായിട്ടൊരു കുഞ്ഞ് ബ്രിഡ്ജ് പോകുന്നുണ്ട്. ഞാനിപ്പോൾ കയറിപ്പോയ ബ്രിഡ്ജ് കണ്ടില്ലേ, അത് വളരെ കുഞ്ഞൊരു ബ്രിഡ്ജാണ്. അവിടെ നിന്ന് നമുക്ക് രണ്ട് സൈഡിലോട്ടുള്ള വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേസിങ് ആയിട്ടുള്ള വ്യൂസാണ്. അപ്പോൾ ഈവനിങ് ടൈമിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ ഈ മൊമെൻ്റൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അധികം ഉയർച്ചയൊന്നുമില്ല. നമുക്ക് താഴെ നിന്ന് തന്നെ ഇതുങ്ങൾക്ക് ഫുഡ് കൊടുക്കുകയും കൂടുതൽ ഈ പ്രാവുകളും അതേപോലെ ഈ അരയന്നങ്ങളൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് നമുക്ക് വളരെ അടുത്ത് നിന്ന് നമുക്ക് ഇതുങ്ങളെ കാണാനും പറ്റും. നല്ല ഭംഗിയുള്ളൊരു പാർക്കാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഇപ്പം തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഒരു സൈഡിൽ ഫുൾ അരയന്നങ്ങളും മറു സൈഡിൽ മുഴുവൻ പ്രാവുകളും ആയിട്ട് നിൽക്കുന്നതും കാണാൻ പറ്റും. കണ്ടോ, ഞാനിപ്പോൾ നടന്നു പോകുന്ന കാണിക്കുന്നത് ഈ സൈഡ് ഫുള്ള് പ്രാവുകളാണേ. അതേസമയം ഇതേ ഓപ്പോസിറ്റ് സൈഡിൽ മുഴുവൻ അരയന്നങ്ങൾ നിൽക്കുന്ന കാണാം.
അതേപോലെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ റൈറ്റ് സൈഡിലായിട്ട് അവർ വെച്ചിട്ടുണ്ട്. അപ്പം കുഞ്ഞുങ്ങൾക്ക് ഇവിടെ കളിക്കാനുള്ള സ്പേസും ഉണ്ട്. ഇവിടെ നീം ട്രീനെ പറ്റിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവർ. നീം ട്രീ ആണ് ഇത്, എന്തിനൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതൊക്കെ വെച്ച് അവരൊരു ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രീയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും നമുക്കറിയാം. അങ്ങനെ ഇവർ പല ട്രീകളിലും ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ ട്രീയിലും നമുക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുപോയപ്പോഴാണ് നമ്മൾ പ്രതീക്ഷിക്കാതൊരു അതിഥിയെ കണ്ടത്. ഒരു കുഞ്ഞു മുയലൻകുട്ടൻ. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ആരെങ്കിലും വളർത്തുന്ന മുയലും കുഞ്ഞായിരിക്കും, അങ്ങനെ ആ പാർക്കിൽ കൊണ്ടുവന്നതായിരിക്കുമെന്ന്. പിന്നീടാണ് മനസ്സിലായത് അത് ആ കുഞ്ഞൊരു ഗാർഡൻ ഉണ്ട് അവിടെ, ആ ഗാർഡനിൽ നിന്ന് തന്നെ വന്നൊരു മുയലും കുഞ്ഞാന്ന് മനസ്സിലായത്. എനിക്കറിയത്തൊന്നുമില്ല. ഞാൻ ആദ്യം അതിൻ്റെ ചെവി പോയി തൊട്ടപ്പം അവിടെ നിൽക്കുന്ന ആ കുട്ടികൾ എന്നോട് പറഞ്ഞു തന്ന് ചെവി തൊടണ്ട, മുയലിന് ഇഷ്ടപ്പെടത്തില്ല, അതിൻ്റെ പുറത്ത് ഇങ്ങനെ പതുക്കെ തടവിയാൽ മതി എന്നാണ് കേട്ടോ. അപ്പം ഞാൻ ആ കുഞ്ഞുങ്ങളോട്ടിരുന്ന മുയലിൻ്റെ പുറമൊക്കെ ഇങ്ങനെ തടവി കൊടുക്കുക. എനിക്ക് ഒത്തിരി ഇഷ്ടമായ കാര്യം, നമ്മളിങ്ങനെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ പ്രതീക്ഷിക്കാതൊരു മുയലിനെ കാണുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല. ഒത്തിരി സന്തോഷമായി. അവൻ്റെ ചാട്ടമൊക്കെ കണ്ട് ഇങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് നടന്നപ്പോഴാണ് നമ്മൾ വേറൊരു സംഭവം കണ്ടത് കേട്ടോ. അതെന്താണെന്ന് പറയാമേ. ഞാൻ ഈ നോക്കുന്നത് എന്താണെന്നറിയാമോ? ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കണ്ടത്, നമ്മുടെ അബുദാബിയിൽ പബ്ലിക് ആർട്ട് നടക്കുന്നുണ്ട്. പബ്ലിക് ആർട്ട് അബുദാബി ബൈനിയൽ. അതായത് ഇത് തുടങ്ങിയത് 15th നവംബറിലാണ് ഇത് തുടങ്ങിയത് കേട്ടോ. നമുക്കിത് മാർച്ച് 30 വരെ, ഈ വർഷം മാർച്ച് 30 വരെ ഉണ്ട് ഇത്. അപ്പോൾ ഇതിൻ്റെ സംഭവങ്ങൾ കാണാൻ വേണ്ടി ഞാൻ എന്താണെന്നുള്ള എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ നടക്കുവാണേ. അങ്ങനെ ഞാൻ നേരെ ഇവരുടെ പബ്ലിക് ആർട്ട് അബുദാബിയുടെ ഒരു ചെറിയൊരു ബുക്ക് ഷോപ്പ് പോലൊരു സംഭവമുണ്ട്. ഞാൻ അവിടെ പോയി ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് പറഞ്ഞു തരാൻ കുറേ ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവർ എനിക്ക് അവിടെ നിന്ന് ഒരു ബുക്കും തന്നു. ഇതിൻ്റെ ആർട്ടിനെ പറ്റി അവർ ഡിസ്ക്രൈബും ചെയ്തു തന്നു. അപ്പോൾ നമുക്കിവിടെ കണ്ട ഒരു ക്യാറ്റ് ഷേപ്ഡ് ആയിട്ടുള്ളൊരു ടെൻറ്റ് ഹൗസാണിത്. ഈ ആർട്ടിൻ്റെ ഇൻസ്റ്റലേഷൻ ചെയ്തിരിക്കുന്നത് പവൽ അൽത്താമർ എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റാണ്. എൻ്റെ ഒരു മോട്ടിവേഷൻ അദ്ദേഹത്തിന് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം അബുദാബി വന്ന സമയത്ത് കുറേ ക്യാറ്റ്സിനെ, അതായത് സ്ട്രേ ആയിട്ടുള്ള കുറേ ക്യാറ്റ്സിനെ കണ്ടു. അപ്പോൾ ആ ക്യാറ്റ്സ് എല്ലാം ആ പുള്ളിയോട് ഭയങ്കര ലവ്ലി ആയിട്ടും ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇതായിട്ടാണ് പുള്ളിക്ക് തോന്നിയത്. അതിൻ്റെ ഒരു ബേസിലാണ് അദ്ദേഹം ഈ ഒരു ഇൻസ്റ്റലേഷൻ ഐഡിയ പുള്ളിക്ക് ഉണ്ടായതും അതിൻ്റെ ഒരു ബേസിലാണ് ഇത് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതിനകത്ത് കണ്ടോ, ക്യാറ്റിൻ്റെ ടെയില് പോലൊക്കെ ആക്കിയിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ക്യാറ്റ്സ് കയറി വന്ന് ഇരുന്ന് പോകുന്നുണ്ടായിരുന്നേ. ഈ ഇൻസ്റ്റലേഷൻ്റെ താഴെ ക്യാറ്റ്സുകൾ കുറേ വന്ന് ഞങ്ങൾ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഇരുന്ന് പോകുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതിനകത്ത് കുറേ കണ്ടോ ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള കുറേ പേപ്പർ ചാർട്ട്സ് പോലെ സംഭവം ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് കുട്ടികൾക്കൊക്കെ വന്നിട്ട് ഡ്രോ ചെയ്ത് വെക്കാം. എന്ത് വേണമെങ്കിലും കുട്ടികൾക്ക് എഴുതാം, അവരുടെ പേരുകളോ ക്യാറ്റ്സിനെ പറ്റിയോ എന്ത് ഡ്രോയിങ് വേണമെങ്കിലും ചെയ്യാം. ഇത് ഫുള്ള് നിറഞ്ഞു കഴിയുമ്പോൾ ഇവരിത് ചേഞ്ച് ചെയ്യും കേട്ടോ. എന്നിട്ട് ഇതിവർ ലാമിനേറ്റ് ചെയ്ത് വെക്കും. ഈ സാധനം അവർ കൊണ്ടുപോകുന്ന ഈ ഷീറ്റ്സ് എല്ലാം അവർ ലാമിനേറ്റ് ചെയ്ത് ക്യാൻവാസ് ആക്കി ഇവർ വെക്കും. നമുക്ക് ഇതിനകത്ത് എഴുതാം. ഇത് ഫില്ലായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പിന്നെയും അവർ പുതിയൊരു ഷീറ്റ് പോലെ കൊടുക്കും, എഴുതാനുള്ള ചാൻസസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഇൻസ്റ്റലേഷൻ കാണാൻ വേണ്ടി പോവാണേ. ഈ ഇൻസ്റ്റലേഷൻ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ പാർക്കിന് വേണ്ടി വല്ല അവർ ചെയ്തിരിക്കുന്നതായിരിക്കും എന്നാണ്. പക്ഷെ അല്ല, നെയ്തൻ കോഹ്ലി എന്ന് പറയുന്ന ഒരാളുടെ ഇൻസ്റ്റലേഷനാണ്, ആർട്ട് വർക്കാണിത്. എ പ്ലേസ് ബിയോണ്ട് ബിലീഫ് എന്ന് ഉള്ളൊരു കോട്ടിങ് കൊടുത്തത് കൊണ്ട് അതിനകത്ത് 3 ആയിട്ടുള്ള ഇലൂമിനേറ്റഡ് ടെക്സ്റ്റ് ബേസ്ഡ് ഇൻസ്റ്റലേഷനാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് സീമ നുസ്രാത്ത് എന്ന് പറഞ്ഞ പാകിസ്ഥാനിലെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഇൻസ്റ്റലേഷനാണ്. ഇതിൻ്റെ പേരാണ് ഫ്ലോട്ടിംഗ് ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു വീടിൻ്റെ മേൽക്കൂര ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്ന പോലെയല്ലേ തോന്നുന്നത്. അത് തന്നെയാണ് സംഭവം. അതായത് ഡ്യൂ ടു എക്സ്ട്രീം വെതർ ചേഞ്ചസ് കാരണം ഫ്ലഡിംഗ് ഒക്കെ ഉണ്ടായിട്ട് ഒരു വീട് മുങ്ങിപ്പോയതാണ് അവർ കാണിക്കുന്നത്. അതായത് അവർ ഉദ്ദേശിക്കുന്നത് കൂടുതൽ അർബനൈസേഷൻ കാരണം നമ്മളിങ്ങനെ ബിൽഡിംഗ് ഒക്കെ പണിത് ക്ലൈമറ്റിന് ഇതാവുമ്പോൾ ക്ലൈമറ്റ് തിരിച്ച് നമ്മളോട് പ്രതികരിക്കുന്ന രീതിയാണ് ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്.
നമ്മൾ അടുത്ത ഇൻസ്റ്റലേഷനാണ് കാണുന്നത്. ഇത് ആത്ത ജാബർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഇൻസ്റ്റലേഷനാണ്. ഇതിൻ്റെ പേരാണ് ക്ലിയറിംഗ് എന്ന് പറയുന്നത്. ഇത് അദ്ദേഹം നമ്മുടെ ലൈം സ്റ്റോണിനകത്ത് ഉണ്ടാക്കിയ ഒരു ആർട്ട് വർക്കാണ് ഇത്. ഇതിനകത്ത് കണ്ടാൽ തന്നെ അറിയാം കല്ലും മനുഷ്യനും തമ്മിലുള്ളൊരു ബന്ധമാണ് പറയുന്നത്. ഇതിനകത്തൂടെ കയറിക്കഴിഞ്ഞാൽ കുറേ അവർ ഇങ്ങനെ എക്കോ ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അതിനകത്ത് അവർ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞു തന്നത് ഒരു കല്ലും മനുഷ്യനും തമ്മിലുള്ളൊരു, പഴയ കാലത്ത് കല്ലിനകത്ത് ഇങ്ങനെ മനുഷ്യൻ ഓരോ ആർട്ട് വർക്ക് ചെയ്ത് ഓരോന്ന് കണ്ടുപിടിച്ചല്ലോ, അതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ടും അതിൻ്റെ ഒരു സ്റ്റിൽ അതൊരു എക്സിസ്റ്റ് ആയിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയും ഒരു കല്ലും മനുഷ്യൻ്റെയും ഒരു റിലേഷൻഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ആർട്ട് വർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ആർട്ട് വർക്കിനെ പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഓരോ ആർട്ട് ഇൻസ്റ്റലേഷൻ്റെ ഫ്രണ്ടിലും വോളണ്ടിയേഴ്സ് ഉണ്ട് കേട്ടോ. അവർ നമുക്ക് ശരിക്കും ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നമുക്ക് ഒരു ആർട്ട് വർക്ക് കൂടെ കാണാനുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അത് മിസ്സായിപ്പോയി. അതിൻ്റെ പേര് നേക്കഡ് സ്വീറ്റ് പൊട്ടാറ്റോ എന്നാണ്. ഞാൻ നേരത്തെ കാണിച്ച സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ നമുക്കൊരു ബുക്കും അതേപോലെ തന്നെ റൂട്ട് മാപ്പും തരും. ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇതേ കണക്ക് ആർക്ക് ഇൻസ്റ്റലേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. നമുക്കൊരു ഓവറോൾ ഐഡിയ ആ ബുക്കും ആ മാപ്പും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതേ കണക്ക് തന്നെ അവരുടെ വെബ്സൈറ്റിൽ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാ ആർട്ട് വർക്കുകളും കാണാൻ വേണ്ടി പറ്റും. അലൈനിലും നമുക്കുണ്ട്. അലൈനിലേക്ക് ഇവർ സർവീസ് ഉണ്ട് നമുക്കിവിടെ. അതിന് മാത്രം നമുക്ക് പേയ്മെൻ്റ് ഉണ്ട്. ബസ് ചാർജ് അലൈനിലോട്ട് പോകാനുള്ളതുണ്ട്. അല്ലാതെ ബാക്കി എല്ലാം ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണണേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് വഴിയെ ഓരോ ദിവസം കാണാം കേട്ടോ. അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്യണം. അപ്പോൾ പുതിയ എപ്പിസോഡുകളായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ.